ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്ന. അപ്പം മോളിയമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ തന്നെ ദോശ ഉണ്ടാക്കാൻ പോണ. ദോശ, ചമ്മന്തി, സാമ്പാറിനുള്ളതാണ് കഷ്ണം ഞാൻ അടപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇത് വെണ്ടക്കയാണ്. വെണ്ടക്ക നമ്മൾ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു വാട്ടിയിട്ട് അത് ഞാനിടും. ഇപ്പൊ നമ്മൾ ചമ്മന്തിക്ക് കടുക് വറുക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ കടുക് വറുക്കുമ്പോഴത്തേക്ക് കടുക് മാത്രമല്ല ഉലുവ ഇടാറുണ്ട്. ഉലുവ നിങ്ങൾ എല്ലാവരും ഇടുമായിരിക്കും, പക്ഷെ എല്ലാവരും ഞാനിവിടെ ഒരു ജീരകം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റ് ആയിരിക്കും. എനിക്കത് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, കിട്ടാൻ പറ്റും. പക്ഷെ അതിന് നല്ല ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ തെറ്റൊക്കെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാൻ മേലാത്ത കാരണം. ഇതിപ്പോൾ ലോങ് വീഡിയോ എടുക്കണം. ഒറ്റ ചോദിച്ചിട്ടാണ് ഞാനെല്ലാം പറഞ്ഞേക്കാം. അപ്പോൾ ഇടയ്ക്ക് തെറ്റി ചിലപ്പോൾ പറ്റി പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പം ഞാൻ ചമ്മന്തിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓരോടെ എല്ലാം നിങ്ങൾ സഹകരിക്കണം. എരിവുണ്ട് കേട്ടോ, നമ്മുടെ കാന്താരിയൊക്കെ ഇട്ടതാണ്. അപ്പൊ നല്ല എരിവുണ്ട്. അപ്പൊ നമ്മുടെ കഷ്ണം വെന്ത് ഇനിയിപ്പൊ നമ്മളിതേ സാമ്പാർ കൂടി ഇടുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോ ഇത് നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ, കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും വേണ്ടത്, നമ്മുടെ ഒരു ടൈം പാസ്. പിന്നെ ഞാൻ ഉലുവായിട്ടിരുന്ന ചിലപ്പോൾ സാമ്പാറിൻ്റെ ചിലപ്പോൾ ചമ്മന്തിക്കായിരിക്കും. എഡിറ്റ് ചെയ്യാൻ അറിയാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് കട്ട് ചെയ്ത് നീക്കാൻ അറിയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ സാമ്പാറിൽ ചമ്മന്തി ഉലുവായിട്ടാണെന്നൊന്നും ചോദിക്കരുത്. കഥയിലൊരു ചോദ്യമില്ല ഇവിടെ. നമ്മുടെ സാമ്പാർ റെഡിയായി കടുക് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ജീരകം ഞാനിടും കേട്ടോ. ജീരകം ഇട്ടുന്ന വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. എല്ലാവരും ദോശ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ നിങ്ങളൊന്ന് കാണിക്കാന്ന് കരുതി. അപ്പൊ നിങ്ങൾ എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ അതെനിക്ക് ഓസ്കാർ കിട്ടിയ പോലെയാണ് എനിക്ക്. അപ്പൊ നമ്മുടെ ഈ ഇങ്ങനെയുള്ള ചെറിയ സന്തോഷമാണ് ഞാൻ കണ്ടെത്തുന്നത്. അതുപോലെ നിങ്ങൾക്കും ഒക്കെ ആർക്കും ഒന്നും അസാധ്യമായിട്ടൊന്നും ഇല്ല. ഇതിപ്പോ ഞാനിപ്പോ ഒന്ന് പറഞ്ഞ ഞാൻ ഒരു LKG അംഗനവാടി പോണ കൊച്ചിന്റെ അത്ര ആയിട്ടുള്ള എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാൻ മേല, ഒന്നും അറിയാൻ മേല. വെറുതെ ഞാൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിടുമെന്ന് മാത്രം. എഡിറ്റ് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഇനി ഞാൻ പഠിക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട്. പേർക്കിടാൻ്റെ ഒക്കെ പോകുമ്പോൾ ഞാൻ പഠിക്കും. അപ്പോൾ നമ്മുടെ ദോശ അങ്ങനെ റെഡിയാക്കിയിരിക്കുന്നു. സാമ്പാർ എല്ലാം റെഡിയായി. ഇനി ഒരു അപ്പം നമ്മുടെ ദോശ, ചമ്മന്തി, ചട്നി എല്ലാം റെഡി. പിന്നെ ഇനി എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ ഇന്നലെ എനിക്ക് 12 സബ്സ്ക്രൈബ് കിട്ടി. അപ്പൊ എനിക്ക് ഏതാണ്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ പോലെയാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഒരെണ്ണം കിട്ടിയാൽ മതി, എനിക്ക് ഒരെണ്ണം. കാരണം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അല്ലേ വിലയിരുത്തണം എൻ്റെ വീഡിയോ. പക്ഷെ അത്ര നല്ലതൊന്നുമല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നെ വലുതാക്കി കൊണ്ടുവരണം. പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല മോളിയമ്മ. നന്ദി. കാരണം എന്താണെന്ന് വെച്ചാൽ നന്ദി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ പിള്ളേർ ഇപ്പം ഇത് വെറുതെ ഒരു സബ്സ്ക്രൈബ് കിട്ടാനായിട്ട് ഞാൻ നന്ദി പറയണമല്ല. നന്ദി എപ്പോഴും ഞാൻ എനിക്ക് ആരെങ്കിലും ഉപകാരം ചെയ്തവരും ഉപദ്രവം ചെയ്തവർക്കൊക്കെ ഞാൻ നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, എനിക്കൊരു ഉപകാരം ചെയ്ത് അത് മരിച്ച് മണ്ണടിഞ്ഞ് പോയിരിക്കുകയാണ് ഒരു സരസ്വതി ചേച്ചി എന്ന് പറയും. അപ്പൊ അവർക്കൊക്കെ ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല, നമ്മളിപ്പോ അത് പറഞ്ഞത് ഞാൻ പറയാൻ കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മക്കളെ നന്ദി പറയാനായിട്ട് പഠിപ്പിക്കണം. അതപ്പോ ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല ഇതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.